പപ്പ ഇവിടെ വെച്ചിട്ടാണ് വിളിക്കാൻ നമ്മളെ ഇറക്കി വിട്ടിട്ടേ വിളിക്കാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ട് അപ്പോൾ തോന്നി ഇന്ന് എന്തായാലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ട് തന്നെ ബാക്കി കാര്യമെന്ന്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോ ഓൾറെഡി 1 മന്ത് മുന്നേ കഴിഞ്ഞ സംഭവമാണ്. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയതെന്ന് മാത്രം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ദുബായിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലാണ് കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നതാണ്. അതായത് 2 മാസം മുന്നേ എൻ്റെ മമ്മി തിരിച്ച് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ നാളെ എൻ്റെ മമ്മി തിരിച്ച് വരികയാണ് ദുബായിലേക്ക്. സോ നമ്മൾ കുറച്ച് ഫിഷും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റാക്കാനായിട്ട് ഇപ്രാവശ്യം മമ്മി മാത്രമല്ല, കൂടെ എൻ്റെ അനിയനും തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റിലോട്ട് എത്തിയതാണേ. അങ്ങനെ നമ്മൾ വേണ്ട മീനുകളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യാണ്. ഇങ്ങനെ നമ്മൾ മാർക്കറ്റിലോട്ട് വരുമ്പം ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്കോ ഉള്ള ഫുൾ മീനുകളും ബൾക്കായിട്ട് വാങ്ങിച്ച് വെക്കുകയാണ് പതിവ്. അവിടെ ആകുമ്പോൾ ഫിഷ് മാത്രമല്ല വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം ഉള്ള മറ്റൊരു മാർക്കറ്റും കൂടി ഉണ്ട് അവിടെ തൊട്ടടുത്ത് തന്നെ. സോ നമ്മൾ അങ്ങോട്ടും പോയി വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയാൽ എന്തായാലും ബില്ലടിക്കുന്നതിന് മുന്നേ അവിടുത്തെ ഒരു ഓറഞ്ച് എടുത്ത് കഴിക്കുന്നത് ഡോലുവിൻ്റെ സ്ഥിരം പതിവാണ്. അങ്ങനെ ഒരു ഓറഞ്ച് എടുത്ത് ഡോലു ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് രാത്രി ഒരു 2 മണിയായപ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ടിലെത്തി. ഡോലു കിടന്ന് ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് നമ്മൾ അവനെ വിളിച്ചില്ല. ഞങ്ങൾ രണ്ടും പിന്നെ ബേബിയും കൂടെ ചേർന്ന് എയർപോർട്ടിലെത്തി. ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മമ്മിയും എൻ്റെ അനിയനും പുറത്തിറങ്ങി വന്നു. സോ മമ്മി അന്ന് പോകുമ്പോൾ നമ്മുടെ ബേബിക്ക് 3 മന്ത്സ് ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവൾക്ക് 5 മന്ത്സ് ആയി. അതുകൊണ്ട് തന്നെ ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. വന്നപ്പോഴുള്ള ഫസ്റ്റ് എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബാക്കി നമ്മൾ വിശേഷങ്ങൾ വീട്ടിൽ പോയിട്ട് കാണാം. അവിടെ ഡോലു എല്ലാം കിടന്നുറങ്ങുവാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ ഡോലു നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. ഒരു ഉറക്ക ക്ഷീണമോ യാതൊന്നും വഴക്കോ ഇല്ലാതെ അവൻ വേഗം ചാടി എഴുന്നേറ്റ് മാമനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ടിരുന്നു. പിന്നെ അവൻ്റെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി ആ രാത്രി തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ഡോലു ഉറങ്ങിയതേയില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തപ്പിപ്പറക്കലും. മമ്മി നാട്ടിൽ നിന്ന് ഒരു കുക്കർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഡോലു അത് ഒറ്റയ്ക്ക് തള്ളി നീക്കി റൂമിൽ കൊണ്ടുപോയി അതെന്താണെന്ന് പൊട്ടിച്ച് നോക്കാനുള്ള പരിപാടിയാണ്. സോ കുക്കറൊക്കെ നമുക്ക് ഇവിടെയും കിട്ടും, എന്നാലും നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ കൊണ്ടുവന്ന ഒരു റൈസ് കുക്കറാണ് ഇത്. അതിനുശേഷം പിന്നെ അങ്ങോട്ടുള്ള ഒരു 7-8 ദിവസം ഫുൾ മാമനും മോനുമായിരുന്നു ഭയങ്കര ഫ്രണ്ട്സ്. എൻ്റെ അനിയൻ ശരിക്കും 2 മാസത്തെ വെക്കേഷനാണ് വന്നത്. സോ 1.5 മാസം അവൻ നാട്ടിൽ നിന്നു. പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഒരു 10 ദിവസം മുന്നേ ഇവിടെ ദുബായിലെത്തിയതാണ്. അങ്ങനെ അവർ രണ്ടും കൂടെ കുറേ ദിവസം കുറേ സ്ഥലങ്ങളിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ അവസാനം ആ ദിവസം വന്നെത്തി. അങ്ങനെ നമ്മളവനെ എയർപോർട്ടിൽ കൊണ്ടാക്കിയാണ്. ദുബായ് എയർപോർട്ട് ടെർമിനൽ 1 ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ പാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് വഴിയിൽ തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയായിരുന്നു. നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ പോയതിൽ ഏറ്റവും സങ്കടം നമ്മുടെ ഡോലുമോനായിരുന്നു. അവൻ ഒത്തിരി കരഞ്ഞു. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി കരഞ്ഞു. ഞാനിപ്പോൾ ഈ സൗണ്ട് മ്യൂട്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് കേൾക്കാത്തത്. അങ്ങനെ തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം റൂം എത്തുന്നിടം വരെ വഴിയിൽ ഫുള്ള് ഡോലുമോൻ കരച്ചിൽ തന്നെയായിരുന്നു. മാമ മാമ എന്ന് വിളിച്ചിട്ടുള്ള കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മുടെ ഫ്ലാറ്റ് എത്തി. ഒരു ലോലിപോപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തേക്കും ആൾ ഓക്കെ ആയി എന്നാണ് നമ്മൾ കരുതിയത്. എന്നാലും റൂമിൽ എത്തിയിട്ടുള്ള സീന് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. Mama.
അങ്ങ് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.